പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള, അതായത് 1200 കർക്കിടക മാസം 21 മുതൽ 27 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവൻ രാശിയിലുമില്ല. മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ, കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ കുജൻ ചൊവ്വ, ധനുരാശിയിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത്. മിഥുനൻ രാശി എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ ഗുരുശുക്രന്മാരുണ്ട്. 2ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 3ാം ഭാവത്തിൽ കേതു, 4ൽ ചൊവ്വ, 7ാം ഭാവത്തിൽ ചന്ദ്രൻ, 9ാം ഭാവത്തിൽ രാഹു, 10ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ വളരെയധികം മിഥുനൻ രാശിക്കാർക്ക് അനുകൂലമായ ഒരു വാരം എന്ന് നാം പറയുമ്പോൾ പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ ചന്ദ്രനാണ്. ഈശു തീവ്രമതോ മതേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി എന്താവണിൽ പറഞ്ഞിരിക്കുന്നത്, ദദദ്ദാരശം സപ്തമേ ശീതരശ്മിഹി ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി. ദൂരയാത്ര ചെയ്ത് വ്യാപാരം ചെയ്ത് കാശുണ്ടാക്കാനൊരു യോഗമുണ്ടാക്കും 7ൽ നിൽക്കുന്ന ചന്ദ്രൻ. നല്ലൊരു യോഗത്തെ പ്രദാനം ചെയ്യുന്നു. ചന്ദ്രന് വ്യാഴദൃഷ്ടിയുണ്ട്, ധനാധിപനാണ് ചന്ദ്രൻ, അതാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതൊരു അധിയോഗത്തെ പ്രദാനം ചെയ്യുന്നു. ചന്ദ്രൻ്റെ 7ലും 8ലും ശുഭഗ്രഹങ്ങളാണ്. 3 രാശികളിലും ശുഭഗ്രഹങ്ങൾ വന്നാൽ അധിയോഗത്തിന് പൂർണ്ണ പ്രസക്തിയാണ്. എങ്കിലും 2 രാശികളിലായി നിൽക്കുമ്പോൾ ചമൂവ സജീവഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സജീവഹ മന്ത്രം ജാനാതീതി മന്ത്രി, ഒരു മന്ത്രിയാവുക, കൺസൾട്ടൻസി, ഉപദേശം കൊടുക്കുക മുതലായ മേഖലകളിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം. പ്രത്യേകിച്ച് ഗുരുശുക്രന്മാരുടെ യോഗം വളരെ നല്ലതാണ്. ജന്മവ്യാഴമുണ്ട് മിഥുനൻ രാശിക്കാർക്ക്, പക്ഷെ അവിടെ ആ ശുക്രൻ്റെ യോഗവും ഊർധ്വമുഖ രാശിത്വവും വളരെയധികം ഗുണം ചെയ്യും. ഊർധ്വസേത്ത് അനുഗേ പ്രസൂതിഹി ഗതകാരാരംഭിണാം പൃച്ഛതാം ഔന്നത്യം മഹദർത്ഥ പൗരുഷ സ്ഥാനാധികം ഭവേതെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഊർധ്വമുഖരാശി ആരൂഢമാകുമ്പോൾ വളരെയധികം നന്മകൾ, പുതിയ പദ്ധതി ആരംഭം, തുടക്കം, യാത്ര മുതലായവ ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും. നല്ല പൗരുഷം, തൻ്റെ പുരുഷൻ്റെ കർമ്മമാണ് പൗരുഷം, പുരുഷസ്യ കർമ്മ പൗരുഷം, തൻ്റെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു അസാമാന്യമായ കരുത്ത് പ്രദാനം ചെയ്യുന്ന വാരമാണിത്. അതിൽ ഉത്സാഹിക്കുക, വളരെ അനുകൂലമായി വരും. സാമ്പത്തിക ഭദ്രത വരുന്ന വാരമാണ്. ധനാധിപൻ നല്ല പൊസിഷനിലാണ്. പക്ഷേ 2ൽ സൂര്യൻ വരുമ്പോൾ ഭൂരിദ്രവ്യവും നപഹൃതധനി ഭക്തരോഗി ദിദിയെ, ധാരാളം ധനം വരും. രാജാവ് തന്നെ ധനം അപഹരിക്കും, കൊണ്ടുപോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ GST, സെയിൽ ടാക്സ്, ഇൻകം ടാക്സ് തുടങ്ങിയ വിഷയത്തിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ദൃഷ്ടി വ്യക്തികളുടെ മേൽ പതിയുന്ന വാരമാണ്. അതിനാൽ തൻ്റെ പേപ്പേഴ്സുകൾ, ടാക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുക. ചതുഷ്പാസുഖം, വാഹനസുഖം ലഭിക്കും, വാഹനം വാങ്ങുവാനുള്ള അവസരം വരും, വാഹനം വാങ്ങാം. അതുമാത്രമല്ല 4ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. കൃപാ വസ്ത്രഭൂമിയിൽ ലഭേദ ക്ഷമാപാൽ, വസ്ത്രവും ഭൂമിയും ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പക്ഷേ 4ലെ ചൊവ്വ ശ്രദ്ധിക്കണം. പങ്കാളിത്ത കച്ചവടം, കൂട്ടുകച്ചവടം, ഇതിലൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ വരാം. സൗഹൃദം നിലനിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് 4ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ. അതിനാൽ സൗഹൃദത്തിനെ ശ്രദ്ധിക്കുക, കൂട്ടുപങ്കാളികൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ ആർഗ്യുമെൻ്റ്, വിവാദങ്ങൾ ഉണ്ടാകാം. സദസ്സിൽ ധാരാളം ശോഭിക്കുവാനുള്ള അവസരം വരും. അത് സിനിമാ മേഖലയിലുള്ളവർക്കും ഗായകർക്കായാലും സംഗീത നൃത്ത വിഷയങ്ങളിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ തന്നെ തങ്ങളുടെ പേരും പ്രശസ്തിയും അന്യദേശത്ത് യാത്ര ചെയ്ത് അത് വളരെയധികം ഗുണപരമായൊരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഇവിടെ യാത്രാസ്ഥാനത്ത് ചന്ദ്രനും യാത്രാപതിയായ ഗ്രഹവും വളരെ നല്ലതാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെടുന്ന വ്യാപാരികൾക്ക് പുതിയ വ്യാപാര ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഉണ്ടാവുക. അതിലൂടെ വ്യാപാരം വളരെയധികം വളർത്തി മുന്നോട്ട് പോകാൻ ഈ ഒരു വാരം സഹായിക്കുന്നതാണ്. നന്മകൾ എല്ലാ മിഥുനം രാശിക്കാർ.